ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കി അടിമാലി തോട്ടാപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു ഗുഹയുണ്ട്. അത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ഗുഹയാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ പ്രാവശ്യം നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാട്ടോ നമ്മുടെ തോട്ടാപുര ഗുഹയിലേക്കുള്ള വഴി കേട്ടോ ഇത്. ഓക്കെ, ഇതാ ദൂരെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നില്ലേ, ഈ രണ്ട് മരത്തിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് നമ്മുടെ തോട്ടാപുര ഗുഹേൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രകൃതിദത്തമായിട്ടുള്ളതല്ല. ഇവിടെ ആൾക്കാർ ഇവിടെ ഈ റോഡിൻ്റെയും ഡാമിൻ്റെയൊക്കെ പണി നടന്ന സമയത്ത് ഇത് നിർമ്മിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, കരിങ്കല്ലിൽ ആൾക്കാർ കൊത്തി ഉണ്ടാക്കിയ ഒരു ഗുഹയാട്ടോ ഇത്. ഓക്കെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല റിസ്ക്കാണ് പോക്ക്. ഇത് കണ്ടില്ലേ, ഫുള്ള് നല്ല ചെളിയുണ്ട്, നല്ല എക്കോയാട്ടോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഫുള്ള് വാവലുകളാണ്. ഓക്കെ, ഇത് പണ്ട് അവരുടെ സാധനങ്ങളൊക്കെ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഹുക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, വാവലുകളാണ് ഇതായി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത്. ഏകദേശം നമ്മളെ മുട്ടോളം വെള്ളം കേട്ടോ. അതായത് നോക്കൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ജന്തുക്കളുണ്ടോ, പാമ്പുണ്ടോ, സാധനം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഏകദേശം ഒരു 500 മീറ്ററോളം ഉള്ളിലേക്ക് ഈ ഗുഹയുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, അവിടെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഓക്കെ, ഓക്കെ, കണ്ടില്ലേ എത്രത്തോളം മനോഹരമായിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഒക്കെ നമ്മൾ പറയുന്ന സംസാരത്തിനൊക്കെ നല്ല എക്കോയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ നമ്മുടെ ഇതില്ലേ മാവലിൻ്റെ ഫുള്ള് ഭയങ്കര സ്മെല്ലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ തോട്ടാപുര ഗുഹ. ഫുള്ള് ചെളിയാണ് കേട്ടോ നേരത്തെ വെള്ളം കയറിയിട്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗുഹയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതാ തിരിഞ്ഞ് കാണിച്ചിട്ട് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വന്നത്. ഏകദേശം ഒരു 500 മീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് വന്നു. നമുക്ക് ഏതായാലും ഫ്രണ്ടിലേക്ക് തന്നെ പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ള കാഴ്ചകളൊക്കെ. ഇത് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനം ഒരു ചാലിട്ടിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ, അത് കണ്ടില്ലേ ഒരു കവാടം, ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുജന്തുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. മുമ്പ് കാലത്ത് വെടിമരുന്ന് ഈ ഡാമിൻ്റെയും റോഡ് പണിക്കൊക്കെ ഇടുക്കിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ റോഡ് പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല എക്കോ ആണ് ഫ്രണ്ട്സ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ. ഒരുപാട് സിമെൻറ്റ് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. നല്ല എക്കോയാണ്. അപ്പോൾ മുമ്പ് ആൾക്കാർ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മലിനമാക്കിയതിനെ കുറിച്ചുണ്ട്. കുപ്പിയും ഗ്ലാസ് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കാണുന്നത് ഫുള്ള് വൃത്തികേടാക്കുന്നു. ഇവിടെ അധികം ആൾക്കാരിത് അധികം കണ്ട് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അഥവാ ഇത് കേട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കുക. വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ രീതിയിൽ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഇതുപോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പുറത്ത് നല്ല മഴയാട്ടോ. അപ്പോൾ ഇത് കല്ലുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഒരു പനപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ശക്തിയായിട്ട് മഴ പെയ്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ആദ്യം കണ്ടില്ലേ അതിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ ഈ വന്ന ഒരു തുരങ്കം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നേരെ ഇത് കണ്ടില്ലേ, ഇത് വെള്ളം പോകാനാന്ന് തോന്നുന്നു. ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് സിമെൻറ്റ് കൊണ്ട് ഇട്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് പാറ്റയോ എട്ടുകാലിയോ എന്തോ സാധനമാണ്. ഓക്കെ, ഒരു ഓട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.
നല്ല ഹാർഡാണ് കേട്ടോ, നല്ല പനപ്പുണ്ട് കേട്ടോ, എന്തോ ഉറവയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ല മഴ പെയ്തിട്ടുള്ളതിനൊന്നും അല്ല. ഓക്കെ, ഇത് ഇവിടെയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഡോറൊക്കെ ആരോ എടുത്തുകൊണ്ട് പോയതാണോ അല്ല കാലക്രമേണ തകർന്നു പോയതാണോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഈ ഭാഗത്തൂടെ ഒന്ന് പോയി നോക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഗുഹയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര ബാഡ് സ്മെല്ലാണ് കേട്ടോ ഫ്രണ്ട്സ്, ഭയങ്കര ബാഡ് സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ഇതാക്കിയില്ലേ, നമ്മുടെ മാറി ഇങ്ങോട്ട് കയറിയിട്ടില്ല, അത് ഇവിടെ അവസാനിച്ചത്, ഇവിടെ കേട്ടോ നമ്മളെ അവസാനിക്കുന്നത്. ഓക്കെ, അവിടെയുള്ള പോലെ തന്നെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് സിമെൻറ്റ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് അറിയില്ല, എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ച പോലെ ആ ഇഴജന്തുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് വാവലും പിന്നെ കുറച്ച് തവളയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ പ്രത്യേകം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇനിയും ഭാവി തലമുറകൾക്കും ഇനി വരുന്ന ആൾക്കാർക്ക് കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം നശിപ്പിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ പോയ ഈ സ്ഥലം ഒഴിച്ച് ബാക്കി ഇവിടെ ആകെ ഇത് കുറവാണ്, മലിനീകരണം കുറവാണ്, ഇവിടെ ആരും അങ്ങനെ എത്തിപ്പെടുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട കാര്യമാണ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരോടൊരു പെർമിഷനൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് പ്രവേശിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളിതാ പുറത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ളിൽ കയറി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗുഹകളിലൊക്കെ വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്ന് നല്ല ഒരു ഹെഡ്ലൈറ്റോ കൈലൈറ്റോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ ഓടി ഗുഹയിലേക്ക് കയറരുത്, ഇത് ഗുഹയാണ് എന്നും പറഞ്ഞിട്ട് ഓടി കയറരുത്. ഇതിലൊക്കെ വിഷവായു അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലും എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ഗുഹകളിലേക്കൊക്കെ കയറുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തോട്ടാപുര ഗുഹേൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാട്ടോ ഇത് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് അറിയാൻ സാധിക്കും എന്താണ് ആ സംഭവം എന്നും എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഷാജി, ഇതെന്നാ ചേട്ടാ ഈ ഗുഹ എന്താ സംഭവം? കല്ലാവട്ടി പൊന്മുടി ഡാമുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പാറ തുറക്കാൻ വേണ്ടി അന്നത്തെ തോട്ട വെടിമരുന്ന് പാറ പൊട്ടിക്കാൻ വേണ്ടി പൊട്ടിക്കാനുള്ള വെടിമരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടിരുന്നത്, അതിനായിട്ട് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു. കെട്ടിടമൊന്നും ഉണ്ടാക്കാതെ പ്രകൃതി അതിൽ തരുന്ന ആൾക്കാർ തരുന്നുണ്ടാക്കിയതല്ലേ? ആൾക്കാർ തുറന്നുണ്ടാക്കിയത് കാലമല്ലേ. അത് ശരി, ഏത് വർഷമാണെന്ന് അറിയത്തില്ല. ആൾക്കാർ കാണാൻ വരവുണ്ടോ ഇപ്പോൾ? ഇടയ്ക്കൊക്കെ വരുമില്ലേ, കേട്ടറിഞ്ഞ അങ്ങനെ. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയൊരു ഒരു പരിചയം ഇല്ലല്ലേ, അങ്ങനെ വലിയ ഉത്സാഹമില്ല. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ വികസിക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കച്ചവടമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആണല്ലോ ഇത് പ്രൈവറ്റ് അല്ലേ? KCB ആ ശരി, ഈ സ്ഥലമോ അവിടെയോ? അത് ശരി, ഡാം വെള്ളത്തൂര് ഡാം അല്ല കല്ലാവട്ടി ഡാം. ഇത് ഡാമാ നേരെ പുറകില്, ഇതിന്റെ ഡാമിലെ വെള്ളമായി താഴെ. ശരി, ആ തോട്ടിലൂടെ. ഞാൻ തോടാന്ന് വിചാരിച്ചു. ഡാമിലെ വെള്ളം അവിടെ കയറുന്നത്, ഇപ്പം വെള്ളം ഇറങ്ങി കിടക്കുന്ന. അത് ശരി, മഴക്കാലം അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമോ? മഴക്കാലം ആകുമ്പോൾ അതിൻ്റെ അകത്തൊന്നും കയറില്ല, തോട് നിറഞ്ഞു വരും. തോട് നിറഞ്ഞു വരും, അതിന് ഉള്ളിലോട്ട് കയറുമൊന്നുമില്ല. അതിൻ്റെ അകത്തേക്ക് കയറുമൊന്നുമില്ല. അത് ശരി, അത് ശരി. വെള്ളം കയറില്ല. ഇഴജന്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഞാൻ കുറച്ച് വാവലിനെയും മറ്റേ ഇതിനെയും കണ്ടു, തവളയും, അത് മാത്രമേ ഉള്ളൂ. പാമ്പ് കാണുന്നല്ലോ, ഓക്കെ ഓക്കെ, പാമ്പിനെ പിടിച്ചിട്ട് പോകില്ലേ. അത് ശരി. അപ്പൊ ഡാം ഉദ്ഘാടനം ചെയ്ത 65-ല്. 65 ഡാം. അപ്പൊ അതിനൊക്കെ മുന്നേ ഏകദേശം അതിന്റെ പണി തന്നെ ഒരു വർഷം എടുക്കേണ്ട പണിയാണ്. അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ പണിയാണ്. ഡാം ഉണ്ടാക്കുന്ന അത്രയും തന്നെ പണിയുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുക്കാൻ. അതേപോലെ അതിന് ഒന്നുമില്ലല്ലോ, കൈപ്പണി മാത്രം കൈകൊണ്ട് കൊത്തി പൊട്ടിക്കുക എടുത്തിട്ട് വെടിമരുന്ന് ഒഴിക്കാൻ മെയിനായിട്ട്. ശരി. ആ ഗുഹയ്ക്ക് വേറെ വല്ല പേരുണ്ടോ? വേറെ പേരൊന്നുമില്ല. തോട്ടാപുര ഈ സ്ഥലത്തിന് ഇതാണ് ശരിക്കും പറഞ്ഞാൽ തോട്ടാപുര എന്ന് പറഞ്ഞ സാധനം അല്ലേ? അതിന്റെ അതിൽ ഈ നാടും കൂടെ ഒന്ന് അറിയപ്പെട്ടു. അത് ശരി, അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പേര് അങ്ങനെയായി. ശരി, തോട്ടം സൂക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു പുര, അതാണ് തോട്ടാപുര. അത്രയും അല്ല ആൾക്കാർ കയറും. അവര് വാതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പൊളിച്ചോണ്ട് പോയതാണോ? അല്ലേ പൊളിച്ചോണ്ട് പോയതാന്നേ. ആണല്ലേ? പണി കഴിഞ്ഞപ്പോൾ സാധനം എല്ലാം പോയപ്പോ ഗേറ്റും അതിനകത്ത് വയറിംഗ് ഒക്കെ ലൈറ്റ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത് ശരി, വർഷം ഇത്ര ആയില്ലേ?
65 എന്ന് പറഞ്ഞാൽ ഇപ്പം 35 50 60 വർഷമായി ഡാം ഉദ്ഘാടനം ചെയ്തിട്ട്. അതിൻ്റെ ഒരു 5 കൊല്ലം വർഷം എന്താണേലും അതിന് മുമ്പുള്ള ഉണ്ടായിരിക്കും. അതാണ് ഇത് പൊന്മുടി ഡാം. അതിനൊക്കെ ആയിട്ട് ഇവിടെ 2 ഡാമുണ്ട്. ഒന്ന് പൊന്മുടിയിലുണ്ട്, ഇവിടെ കല്ലാട്ടിലുണ്ട്. എല്ലാത്തോടത്തും സാധനം കൊണ്ടുപോകുന്നതായിരിക്കില്ലേ മെയിനായിട്ടുള്ളത്? ശരി ശരി. നിങ്ങൾ റോഡൊക്കെ ഉണ്ടാക്കി പാറ പൊട്ടിച്ചൊക്കെ മലയൊക്കെ പൊട്ടിച്ചാണല്ലോ, ഒന്നും ഇല്ലല്ലോ, മണ്ണൊന്നും ഇല്ലല്ലോ, കൂടുതലും കല്ല് തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഒന്നും ഇല്ലല്ലോ അന്ന് ആൾക്കാർ പണിയുന്നല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തൊട്ടാപുരിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ചേട്ടായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഈ സാധനം ഇവിടെ ഉണ്ടായതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ കടയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വീടും മറ്റേ ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.